പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ച ജൂലൈ 7 മുഹറം അവധി പ്രഖ്യാപിച്ചതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇസ്ലാമിക് വിശ്വാസപ്രകാരം വലിയ പ്രത്യേകതയുള്ള ദിവസമാണ് മുഹറം 10. ഇസ്ലാമിക് കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസം കൂടിയാണ് മുഹറം. ആയതിനാൽ തന്നെ സ്കൂളുകൾക്ക് മുഹറം 10 അവധി പ്രഖ്യാപിക്കാറുണ്ട്. നേരത്തെ തയ്യാറാക്കിയ കലണ്ടർ പ്രകാരം ജൂലൈ 6 ഞായറാഴ്ചയാണ് ഈ വർഷം മുഹറം അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ചന്ദ്രമാസ പിറവി പ്രകാരം ഈ വർഷം മുഹറം 10 വരുന്നത് ജൂലൈ 7 തിങ്കളാഴ്ചയാണ്. ഇതോടെ തിങ്കളാഴ്ചയും അവധി നൽകണമെന്നാവശ്യപ്പെട്ട് TV ഇബ്രാഹിം MLA ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന മുഹറം 10 തിങ്കളാഴ്ചയാണ് കേരളത്തിൽ ആചരിക്കുന്നത്. സർക്കാർ കലണ്ടർ പ്രകാരം ജൂലൈ 6 ഞായറാഴ്ചയാണ് നിലവിൽ അവധിയുള്ളത്. എന്നാൽ മുഹറം 10 ആചരിക്കുന്ന തിങ്കളാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഫയൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിന്റെ പരിഗണനയിലാണ് TV ഇബ്രാഹിം MLA ഫേസ്ബുക്കിൽ കുറിച്ചു. തിങ്കളാഴ്ച പൊതു അവധി നൽകണമെന്ന് SYS മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുഹറം 9, 10 പ്രമാണിച്ച് നാളെയും മറ്റന്നാളും അതായത് ജൂലൈ 6, 7 ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മദ്രസകൾക്കും ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ അറിയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം ഔദ്യോഗികമായി മുഹറം അവധി ഒരു ദിവസം മാറ്റിയതായി അറിയിച്ചു. ഇതിനാൽ തന്നെ കവരത്തി ഉൾപ്പെടെ ലക്ഷദ്വീപ് ദ്വീപുകളിലെ അഡ്മിനിസ്ട്രേഷന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഓഫീസുകളും സ്ഥാപനങ്ങളും ബാങ്കുകളും കോടതികളും 2025 ജൂലൈ 7 മുഹറം അവധി ആചരിക്കും. എന്നാൽ കേരളത്തിൽ മുഹറം അവധി ഞായറാഴ്ച തന്നെയായിരിക്കും. തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്.